بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين صدق الله العظيم قال رسول الله صلى الله عليه وسلم الصبر نصف الإيمان ബഹുമാന ആദരവുകൾ നിറഞ്ഞ എൻ്റെ ഉസ്താദുമാരെ, വേദിയിലിരിക്കുന്ന എൻ്റെ മുത്തഅല്ലിം സുഹൃത്തുക്കളെ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നാം ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം ക്ഷമ, അസ്സബർ, സബറിനെ പറ്റിയാണ് നാം ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടികളെയും സൃഷ്ടിച്ചു. അതിൽ അല്ലാഹു നമ്മളെ മുസ്ലിമാക്കി സൃഷ്ടിച്ചു എന്നുള്ളതാണ് അല്ലാഹു നമുക്ക് നൽകിയ ഏറ്റവും അനുഗ്രഹമുള്ളതായ കാര്യം. സൽസ്വഭാവിയായ മാതാവിനും പിതാവിനും നമ്മൾ ജനിച്ചു എന്നതും വളരെയേറെ അനുഗ്രഹീതമായ കാര്യമാണ്. ഈ ലോകത്ത് ക്ഷമ എന്നൊരു അധ്യായമില്ലായിരുന്നുവെങ്കിൽ ഈ ലോകത്ത് ഒരു മനുഷ്യരും ജീവിച്ചിരിക്കുകയില്ലായിരുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊലയും വെട്ടുമെല്ലാം നടത്തി വളരെ അധികം ഒരു ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണ് നമ്മുടെ ഭൂമിയിൽ നടന്നുകൊണ്ടിരുന്നതിനെ. ക്ഷമ എന്നൊരു അധ്യായമാണ് ഇതിനെല്ലാം കാരണമായി മാറിയത്. ഇതിനെല്ലാം ഒരു മരുന്നായിട്ട് വന്നത് ക്ഷമ എന്നൊരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നു, وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالْأَنفُسِ وَالثَّمَرَاتِ وَبَشِّرِ الصَّابِرِينَ. ലോകം പട്ടിണി ബുദ്ധിമുട്ടുകളെ കൊണ്ട് ഞാൻ നിങ്ങളെ അത് ഏറ്റവും അധികം ബുദ്ധിമുട്ടിച്ചു. എന്തിനെന്ന് വെച്ചാൽ നിങ്ങൾ ക്ഷമയുള്ളവരാണോ എന്ന് അറിയാൻ വേണ്ടിയാണ്. തീർച്ചയായും ക്ഷമാശീലർക്കുള്ള പ്രതിഫലം സ്വർഗം തന്നെയാണെന്ന് അള്ളാഹു പരിശുദ്ധമായ ഖുർആനിലൂടെ പറയുകയാണ്. അത്രയേറെ മഹത്വമുള്ളൊരു കാര്യം തന്നെയാണ് ക്ഷമ എന്നുള്ളത്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു പെൺകുട്ടി കടന്നു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് കടന്നു വന്നു. എന്നിട്ട് ആ പെൺകുട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അല്ലയോ അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞാൻ അപസ്മാര രോഗിയാണ്. ഞാൻ വളരെയധികം അപസ്മാര രോഗത്തെ കൊണ്ട് ഞാൻ വളരെയധികം ബുദ്ധിമുട്ടുന്നൊരു പെൺകുട്ടിയാണ്. അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ അപസ്മാര രോഗം വന്ന് താഴത്തേക്ക് വീഴുമ്പോ എന്റെ ശരീരത്തിലുള്ള മുഴുവൻ വസ്തുക്കളും മുന്നോട്ട് നീങ്ങിപ്പോവുകയാണ്. എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. എന്റെ ഈ ബുദ്ധിമുട്ടൊന്ന് മാറുന്നതിന് വേണ്ടി ദുആ ചെയ്യണം. ഇതെല്ലാം കേട്ടിട്ട് അല്ലാഹുവിന്റെ റസൂൽ ആ പെൺകുട്ടിയോട് മറുപടിയായി എന്താ പറഞ്ഞതെന്നറിയോ? ഞാൻ അല്ലാഹുവിനോട് നിന്റെ രോഗം മാറുന്നതിന് വേണ്ടി ദുആ ചെയ്യാം, എന്നാൽ നീ കുറച്ചു നേരം കൂടി ശ്രമിക്കുകയാണെങ്കിൽ നിനക്ക് അല്ലാഹു തന്നിരിക്കുന്ന പ്രതിഫലം സ്വർഗമാണ്. അതുകൊണ്ട് നിനക്ക് സ്വർഗം വേണോ, അല്ലെങ്കിൽ നിനക്ക് ഈ അസുഖം മൊത്തവും മാറണോ എന്ന് ആ പെൺകുട്ടിയോട് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ആ പെൺകുട്ടി അല്ലാഹുവിന്റെ റസൂലിനോട് എന്താ പറഞ്ഞെന്നറിയോ? ഞാൻ ക്ഷമിച്ചു കൊള്ളാൻ പ്രവാചകരെ, എനിക്ക് യാതൊരു വിധ കുഴപ്പവുമില്ല ഈ രോഗം എന്നതിൽ. എങ്കിൽ ഞാൻ ഈ രോഗം വന്ന് താഴത്തേക്ക് വീഴുമ്പോ എന്റെ ശരീരത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ മാറിപ്പോകാതിരിക്കാൻ വേണ്ടി അങ്ങൊന്ന് നിബിധങ്ങളോട് അങ്ങും അള്ളാഹുവിനോട് ദുആ ചെയ്യണ നബിയെ എന്ന സഹോദരി പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ഇപ്രകാരം തന്നെ ദുആ ചെയ്തു. അന്ന് തന്നെ സംഭവിക്കുകയുണ്ടായി. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു പറഞ്ഞിരിക്കുന്നു, ക്ഷമാശീലർക്കുള്ള പ്രതിഫലം സ്വർഗം തന്നെയാണ്. നിങ്ങൾ എല്ലാവരും ക്ഷമയുള്ളവരാകുക. ഇന്നല്ലാഹ മഅസ്സാബിരീൻ, തീർച്ചയായും അള്ളാഹു ക്ഷമാശീലരോടൊപ്പമാണ്. അത്രയേറെ വളരെ മഹത്വമുള്ളൊരു കാര്യമാണ് ക്ഷമ എന്ന് പറഞ്ഞാൽ.
അത്രയേറെ വളരെ മഹത്വമുള്ളൊരു കാര്യമാണ് ക്ഷമയെന്ന് പറഞ്ഞാൽ. നമുക്ക് ചരിത്രങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, ഒരുപാട് അമ്പിയാക്കൾ, ഒരുപാട് ഭീമമായ ഇഷ്ടംപോലെ ആളുകൾ, നമുക്ക് മഹാന്മാരായ ആളുകളെ കാണാൻ സാധിക്കും. വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ കറുത്ത മുത്തെന്നറിയപ്പെടുന്ന ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ക്ഷമയുടെ ഏറ്റവും വലിയൊരു പ്രതീകമായിരുന്നു. മുസ്ലിമായതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ യജമാനനായ ഉമയ്യത്ത് ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ചുട്ടുപഴുത്ത പഴുഭൂമിയിൽ കിടത്തിയിട്ട് നെഞ്ചിലേക്ക് പാറക്കല്ല് വെച്ചിട്ട് ഇസ്ലാമിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ ഇന്ന് ഞാൻ വെറുതെ വിടാം ബിലാലെ എന്ന് പറഞ്ഞപ്പോ ഞാൻ പിന്മാറത്തില്ല, അല്ലാഹു അഹദ് അല്ലാഹു അഹദ് എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ മരുഭൂമിയിൽ കിടന്ന് എല്ലാം ക്ഷമിച്ചു, എല്ലാം ഇസ്ലാമിന് വേണ്ടി ക്ഷമിച്ചു. ഇതെല്ലാം എന്താണ്? ഇതെല്ലാം ക്ഷമയുടെ വലിയൊരു പ്രതീകമാണ്, ക്ഷമയുടെ വലിയൊരു അടയാളമാണ് ഇതെല്ലാം. അതുപോലെ തന്നെ ആസിയ ബിബി റളിയല്ലാഹു അൻഹ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ ഗുഹ്യഭാഗത്തിലൂടെ കുന്തം കുത്തിയിറക്കിയാണ് അവരെ വധിച്ചത്. അള്ളാഹു ആ സമയത്ത് റൂഹ് വിട്ടുപോകുന്നതായ സമയത്ത് ആസിയ ബീവിയുടെ കണ്ണിൽ അള്ളാഹ് കാണിച്ചു കൊടുത്തത് സ്വർഗത്തിലെ മണിമാളികയുടെ ഫോട്ടോയാണ് കാണിച്ചു കൊടുത്തത്. ആ മഹദി ഒരു വേദനയും അറിയാതെ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇതെല്ലാം ക്ഷമയാണ്, എല്ലാം ക്ഷമയാണ്. അതുകൊണ്ട് നമ്മൾ ക്ഷമിക്കണം, ക്ഷമ സഹിക്കുന്നവരാകണം. ഒരിക്കലും അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ മദീന തിരുവിലൂർ നടന്നു പോകുമ്പോൾ സഹാബി ഇരുന്ന് പൊട്ടിക്കരയുകയാണ്. ആ സഹാബി ഇരുന്ന് പൊട്ടിക്കരയുന്ന സന്ദർഭത്തിൽ ഞങ്ങൾ ആ സഹാബോട് എന്ന് ചോദിച്ചു, അല്ലയോ സഹാബ, നിങ്ങൾ എന്തിനാണ് പൊട്ടിക്കരയുന്നത്? സഹാബ, നിങ്ങൾ എന്ത് കാലത്തിന്റെ പേരിലാണ് പൊട്ടിക്കരയുന്നത് ചോദിച്ചപ്പോ ആ സഹാബത്ത് നബിയോട് എന്താ പറഞ്ഞതെന്നറിയോ? എന്റെ പൊന്നുമോൻ എന്നെ വിട്ട് അല്ലാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക് യാത്രയായി. പൊന്നുമോനാണ്, ചെറിയ മോനാണ്. ആ പൊന്നുമോനെ വിട്ട് അല്ലാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക് യാത്രയായി. എനിക്ക് അധികകാലമോ മോനെ വളർത്താൻ പറ്റിയില്ല. എന്താ കാരണമെന്നറിയോ? മോന് രോഗമായിരുന്നു. ആ രോഗം മൂർച്ഛിക്കുകയും ആ മകൻ എന്നെ വിട്ട് യാത്രയായി പോവുകയും ചെയ്തെന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂൽ സഹാബിയോട് ചോദിച്ചു, അല്ലയോ സഹാബ, ആ പൊന്നുമോൻ നിന്റെപ്പം ജീവിതം മുഴുവൻ നിന്നപ്പം ജീവിക്കുന്നതാണോ, അല്ലെങ്കിൽ നാളെ മരിച്ചു ചെല്ലുമ്പോ സ്വർഗത്തിന്റെ എല്ലാ വാതിലുകളും നിന്നെയും കാത്തിരിക്കുന്നതാണോ നീ പ്രതീക്ഷിക്കുന്നത് എന്ന് ആ സഹാബിയോട് ചോദിച്ചപ്പോ ആ സഹാബി നബി തങ്ങളോട് എന്താ പറഞ്ഞതെന്നറിയോ? നബിയെ, എന്റെ ഒപ്പം ആ മകൻ ഭൂമിയിൽ ജീവിക്കുന്നതല്ല, നാളെ ഞാൻ മരിച്ചു ചെല്ലുമ്പോ നാളെ സ്വർഗത്തിന്റെ എല്ലാ വാതിലുകളിലും എന്നെ കാത്തിരിക്കുന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നബിയെ എന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂൽ സഹാബിയോട് പറഞ്ഞു, നീ ക്ഷമിക്കുക, നീ എല്ലാം അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കുക, എല്ലാം അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കുക. നിനക്ക് നാളെ മരിച്ചു നീ ചെല്ലുമ്പോ നാളെ സ്വർഗത്തിന്റെ വാതിക്കല പൊന്നുമോൻ നിന്നെ കാത്തു നിൽക്കുന്നതാണെന്ന സഹാബിയോട് പറഞ്ഞു. നിബിധങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് മടങ്ങിപ്പോയി. ഇസ്ലാമിൽ ധാരാളം യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇസ്ലാമിൽ ധാരാളം ദോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിബിധങ്ങളും സഹാബാക്കളും എത്ര ദിവസം ആ പട്ടിണി കിടന്നത്, ഭക്ഷണമൊന്നുമില്ലാതെ പാനീയങ്ങളൊന്നുമില്ലാതെ പച്ചില ഭക്ഷിച്ചുകൊണ്ട് നാളെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം ക്ഷമയാണ്, ഇതെല്ലാം ക്ഷമിക്കുന്നതിന് വേണ്ടി തന്നെയാണ്, ഇതെല്ലാം ക്ഷമിക്കുന്നതിന് വേണ്ടിയാണ് അവരെല്ലാം ക്ഷമിച്ചത്. ഇതെല്ലാം സബറിന്റെ അടയാളമല്ലേ, ഇതെല്ലാം ക്ഷമയ്ക്കുള്ള അടയാളമല്ലേ? മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം, അയ്യൂബ് നബി അലൈഹിസ്സലാമിനല്ല എന്തെല്ലാം ബുദ്ധിമുട്ടാണ് നൽകിയത്. അല്ലാഹുവേ, ശരീരം മൊത്തം പൊട്ടി പൂർണ്ണമായിട്ട് രക്തമിങ്ങനെ ഒഴിച്ചുകൊണ്ട് ചലവും രക്തവും ഒഴിക്കുമ്പോ സ്വന്തം ശരീരത്തിന്റെ അവയവങ്ങൾ പോലും മറ്റൊത്തി വീഴുന്ന രീതിയിലുള്ള രോഗമല്ല അയ്യൂബ് നബിക്കല്ല കൊടുത്തത്. എന്നിട്ടും അയ്യൂബ് നബി എല്ലാം ക്ഷമിച്ചു. അയ്യൂബ് നബി അല്ലാഹുവിനെ എല്ലാം ക്ഷമിച്ചു. അദ്ദേഹത്തിന്റെ 4 മക്കളെ അല്ലാഹു കൊടുങ്കാറ്റിൽ പെടുത്തി മരിച്ചുപോയില്ലേ? എന്നിട്ടും എല്ലാം അയ്യൂബ് നബി അലൈഹിസ്സലാം അല്ലാഹുവിന് വേണ്ടി ക്ഷമിച്ചില്ലേ? ഇതെല്ലാം ക്ഷമയുടെ വലിയ ഉദാഹരണമാണ്, ഇതെല്ലാം ക്ഷമയുടെ വലിയ ഉദാഹരണമാണ്. അതുകൊണ്ട് നമ്മളെല്ലാം ക്ഷമാശീലരാകണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെല്ലാം ക്ഷമാശീലം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ക്ഷമിക്കാനും സഹിക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ക്ഷമിച്ച് അവന്റെ ദീനിൽ നിന്ന് അല്ലാഹു നമുക്ക് ദർസിൽ നിന്ന് പഠിച്ചിറങ്ങാനും അല്ലാഹു നല്ല ആലിമീങ്ങളും ഹാഫിളീങ്ങളുമായി നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.